പക്ഷേ എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മോഹൻലാലിനെ അടിക്കാനുള്ള വടിയായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ മോഹൻലാലിനെ അടിക്കാനുള്ള ഒരു വടിയാക്കേണ്ടതുണ്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? ഇപ്പം നമ്മൾ കാണുന്നത് അങ്ങനെ യൂട്യൂബ് ചാനലുകളിൽ ചില സ്വകാര്യ ചാനലുകളൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോസ്കോ കേസുകളും അല്ലെങ്കിൽ സ്ത്രീപീഡന കേസുകളും ഇതിൻ്റെയൊക്കെ ആള് മോഹൻലാൽ മാത്രമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാക്കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ചാനലുകളിലും കഴിഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പൊക്കെ കൊടുത്തിട്ട് വളരെ മോശമായ രീതിയിലൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്ത് വേറെ ചില വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെയാണ് മഹാനടന്മാർ, മോഹൻലാൽ ആവാനേ സാധ്യതയുള്ളൂ, മമ്മൂട്ടി അത്തരക്കാരനല്ല എന്നുള്ള രീതിയിൽ പോലുള്ള ഒരു പ്രചരണം. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു മഹാനടനാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നതിനകത്ത് ചില പ്രത്യേക കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടൻ ഇത് ആരോപിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കേണ്ടത് അദ്ദേഹം ഒന്ന് കാണാനും ചിരിക്കാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന താല്പര്യത്തിന് വേണ്ടി നിന്നു കൊടുക്കാൻ ഇവരുദ്ദേശിക്കാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട്. മോഹൻലാലിന് ഇപ്പം അദ്ദേഹത്തിന് ഒരു 10-65 വയസ്സുണ്ടെങ്കിലും ഇപ്പോൾ പോലും നമ്മൾ ഉദ്ദേശിക്കാത്ത വീട്ടമ്മമാരും അല്ലെങ്കിൽ കോളേജുമാരിമാരും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ ഈ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നിന്നു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ആരോപിക്കുന്ന കാര്യത്തിന് നിന്നു കൊടുക്കാൻ ഉണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു നടിയുടെ കിടന്നുറങ്ങുന്നിടത്ത് എന്ന് മുട്ടി വിളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയെടുത്ത് മോശമായിട്ട് പെരുമാറി എന്നൊരു ആക്ഷേപം നമ്മളിതുവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന് കണ്ടിട്ടില്ല. മോഹൻലാൽ ഒരു സെറ്റിൽ ഒരു നടിയെടുത്ത് മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ മോഹൻലാൽ ഇത്തരത്തിലൊരു നടിയെടുത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ മോഹൻലാൽ ഈ പറയുന്നത് പോലെ കിടന്നുറങ്ങുന്ന നടിയുടെ മുറിയുടെ വാതിക്കൽ ചെന്ന് മുട്ടി വിളിച്ചു എന്ന് പറയുന്ന ആക്ഷേപം ഇത്രയും നാളായിട്ട് കേട്ടില്ലേ. ഈ ആരോപണങ്ങൾ പറയുന്നതല്ലേ കേൾക്കുന്നുള്ളൂ. അദ്ദേഹം 1000 സ്ത്രീകളുടെ കൂടെ പോയിട്ടുണ്ട്, 10,000-ലേക്ക് തികയ്ക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആരോപണം വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ള പല നടന്മാരും ഉണ്ടല്ലോ. നമ്മൾ ഈ പറയുമ്പം ഇപ്പോൾ തന്നെ മുകേഷിനെ പറ്റി ആരോപണം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ തന്നെ ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാര്യയെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ആരോപണം ഉന്നയിച്ചു. അതെല്ലാം പരസ്യമായിട്ടുള്ള ആരോപണങ്ങളാണ്. അതുപോലെ അലൻസിയർ അല്ലേ, ഒരു മുതുകൻ, ആ മുതുകനെതിരെയൊക്കെ പരസ്യമായിട്ട് ആരോപണം, അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ള പുള്ളികളുടെ തന്നെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പ്രതികരണങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടും സരിതയുടെ ആരോപണങ്ങൾ ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ടും അദ്ദേഹത്തിന് എതിരെ വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാവരും വിശ്വസിച്ച് പോകുന്നതൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ആൾക്കാർ ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ വിഷയങ്ങൾ ഇല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടനെതിരെ മാത്രം അത് ഈ ചില ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് പറയുന്നത്. മനസ്സിലാണ്. മോഹൻലാൽ ഒരു മഹാനടനാണ്, മമ്മൂട്ടി ഒരു മഹാനടനാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മോഹൻലാൽ മമ്മൂട്ടി തമ്മിൽ പ്രശ്നങ്ങളില്ല, അവർ തമ്മിൽ സഹോദരന്മാരെ പോലെ പോകുന്നു, പരസ്പരം മത്സരമില്ല, പരസ്പരം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെപ്പോഴും കാണുന്നത്. പക്ഷേ ഇവരെയൊക്കെ ചില ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ ചില ഫാൻസുകളും അല്ലെങ്കിൽ ചില ആൾക്കാരും ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിനകത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോഹൻലാലിനെതിരെ വരുന്ന ആരോപണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിനും ഒരു മറുപടി പറയാൻ പോകുന്നില്ല. മറുപടി പറയുമ്പോൾ ഈ ആരോപണത്തിന് കൂടുതൽ ആരോപിക്കുന്ന ആൾക്കാർ കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം നമ്മൾ കണ്ടില്ലേ അവിടെ ചെന്ന് ആ മനുഷ്യൻ 3 കോടി രൂപ അവിടെ അദ്ദേഹത്തിൻ്റെ അതൊരു ഇതിൻ്റെ വെച്ച് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ അതിനകത്ത് ഫൗണ്ടേഷൻ്റെ പേരും പ്രഖ്യാപിച്ചു. പിന്നെ എന്ത് വേണമെങ്കിലും സ്കൂൾ ഒക്കെ തകർന്നതിന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പട്ടാളത്തിനകത്ത് പട്ടാളക്കാർ കൊടുത്ത അംഗീകാരത്തിൻ്റെ അനുസരിച്ചാണ് പട്ടാള വേഷം ഇട്ടുകൊണ്ട് അവിടെ ചെന്ന് മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന പട്ടാള ബറ്റാലിയനാണ്. അപ്പം ആ ഒരു പരിചയം വെച്ച് കാര്യങ്ങളൊക്കെ തിരക്കി പോയപ്പോൾ ഒരു ചെകുത്താൻ, അവനെ കണ്ടാലും ചെകുത്താൻ്റെ കൂട്ടിരിക്കുക, അവൻ എന്തെല്ലാം ആക്ഷേപം, അവനെ പിന്നെ പോലീസ് പിടിക്കുക. അത് മോഹൻലാൽ കൊടുത്തതല്ല, അമ്മയുടെ എങ്ങാണ്ട് വരാത്തേക്ക് പോലീസ് പിടിക്കുകയും. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള സ്വയം ശ്രദ്ധിക്കപ്പെടാൻ ഈ പിണറായി വിജയനെ പറയുന്ന പോലെ, മോദിയെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചില ആൾക്കാരെയൊക്കെ പറയുമ്പോൾ ആര് പറയുന്നു എന്നുള്ളതിനും കൂടി ഒരു പ്രസക്തമായിട്ടുള്ളത്. അപ്പോൾ അവർക്കും സ്വയം വലുതാവുന്നതിനും പിന്നെ ഇത്തരം കാര്യങ്ങൾ ചില വലിയ വലിയ ആൾക്കാരെ ഇത്തരം കാര്യങ്ങൾ ആരോപിച്ച് അവരെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു കാര്യം. അപ്പോൾ ഈ നമ്മൾ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ ഈ മുൻ മുഖ്യമന്ത്രി മരിച്ചുപോയ ലോകം മൊത്തം അംഗീകരിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്ന് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെന്നിരുന്ന് കൊടുക്കുകയും അത് വെളിയിൽ വന്നപ്പോൾ എന്തെല്ലാം ആക്ഷേപം, അവസാനം CBI അന്വേഷിച്ച് എല്ലാ ഏജൻസികളും അന്വേഷിച്ച് ആ മനുഷ്യന് യാതൊരു പങ്കുമില്ലെന്ന് നിയമപരമായിട്ട് തെളിയിക്കുന്നത് കോടതിയും തള്ളിപ്പോയി. പക്ഷേ ആരും വിശ്വസിച്ചിരുന്നില്ല ആരോപണം. പക്ഷേ ആ ആക്ഷേപം കൊണ്ട് ചിലർക്ക് കിട്ടുന്ന ഒരു അനുഭൂതി,
അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ നിൽക്കുന്ന ചില ആൾക്കാർ, അതൊക്കെ കോൺഗ്രസിനകത്ത് ചില നേതാക്കന്മാരാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനകത്ത് ചില നേതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതുള്ളൂ. പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ അവരുടെ പാർട്ടിക്കകത്തെ ആളുടെ പേരൊന്നും പറയുന്നില്ല, ജോണിന് ഒരുപക്ഷെ മനസ്സിലായി കാണും. അദ്ദേഹം ഇരുന്ന സ്ഥാനത്തിന് വേണ്ടി അന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട നേതാവ്, പുള്ളിക്കിപ്പം ഉള്ള സ്ഥാനം കൂടെ പോയി വെളിയിൽ നിൽക്കുക, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ മൊത്തവും പ്രൊമോട്ടർ. പുള്ളി ഇതിൻ്റെ ഒരു ഉസ്താദുമാണ് ഈ വിഷയത്തിൽ. നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, നമുക്കറിയത്തില്ലെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് ഈ വിഷയത്തിൽ. ഇതിനകത്ത് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് വന്നില്ല. അപ്പോൾ ആ മനുഷ്യനെ ക്രൂശിച്ചത്. അതുപോലെ തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം ഈ ഹേമ എന്ന് പറയുന്ന ബഹുമാനായ ജഡ്ജി പറയേണ്ടത്, ഈ ആരോപണം പറയുമ്പോൾ ആരോപണം ആരുടെ പേരിൽ പറയുന്നു, ആ ആളിനെയും കൂടെ വിളിച്ചു വരുത്തി ഇതിനകത്ത് നിജസ്ഥിതി അന്വേഷിക്കുന്നതിന് വേണ്ടി ആ ജഡ്ജിക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ, അത് ഒത്തുമായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ആൾക്കാരെയൊക്കെ ശരിയോ തെറ്റോ നമ്മളതിനകത്ത് ഒന്നും പറയുന്നില്ല, ശരിയാവാം തെറ്റാവാം ഒക്കെ ഉണ്ടാവാം. പക്ഷേ ആരോപണം പറയുമ്പോൾ അത് ഒരു ജഡ്ജി എന്ന നിലയിൽ ആ വ്യക്തിക്ക് ആരോപണം ശരിയോ തെറ്റോ എന്ന് മറ്റു വ്യക്തികളെ അപേക്ഷിച്ച് അത് ശരിയോ തെറ്റോ എന്ന് ബോധ്യപ്പെടാനും ഒരു ജഡ്ജി എന്ന നിലയിൽ അധികാരപ്പെട്ടവരാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും വേണം. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു റിപ്പോർട്ട് ഇറക്കി വിടുക, ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഇപ്പം ഉള്ള ചാനലുകളെല്ലാം ചർച്ച ചെയ്യുക, ഇഷ്ടമുള്ളവരെ മോശമാക്കുക, അല്ലെങ്കിൽ ആ ഫീൽഡ് മൊത്തം മോശമാക്കുക. ഇപ്പം തന്നെ WCC സ്ത്രീകളുടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊന്നും മിണ്ടുന്നില്ലല്ലോ. അവരാണല്ലോ ഇതിനൊക്കെ വേണ്ടി ഏറ്റവും വലിയ രീതിയിൽ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തുക. അവർ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നും മിണ്ടുന്നില്ല. സാംസ്കാരിക നായകന്മാർ മിണ്ടുന്നില്ല, പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും മിണ്ടുന്നില്ല. അപ്പം ആർക്കും ആക്ഷേപമില്ലാത്ത ഒരു രീതിയിലേക്ക് വരുന്നു. ഒക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ WCCയിൽ അന്ന് ഈ റിപ്പോർട്ടിന് വേണ്ടി ഘോരം പറഞ്ഞ ആളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ പറയുന്നത് ഇങ്ങനൊരു കാര്യമേ ഇതിനകത്തില്ലെന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും സിനിമാ ഫീൽഡിലേ ഇല്ലെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അപ്പം ഈ രീതിയിലാണ് ഇതിന് നമുക്ക് മനസ്സിലാവുമ്പോൾ ഇതൊരു പകപോക്കലിൻ്റെ കമ്മീഷൻ, അല്ലെങ്കിൽ ആരൊക്കെയോ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊടുത്ത റിപ്പോർട്ട് പോലെയും ഇതിനകത്ത് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്നവരൊന്നും ഇതിനകത്ത് പങ്കെടുക്കാതെ പോരുകയും അവർക്ക് അഭിപ്രായമില്ലാതെ പോരുകയും അവർ അഭിപ്രായം പറയാതെ പോരുകയും സിനിമയിൽ നിന്ന് എന്തെങ്കിലുമോ കാരണം കൊണ്ട് ഒന്നുകിൽ പ്രായം കൊണ്ട് വിട്ടുപോകേണ്ടി വരും, അഭിനയത്തിൻ്റെ മോശാവസ്ഥ കൊണ്ട് വിട്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ആരാധകരില്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൊടുത്ത ഒരാക്ഷേപമായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോകുന്നുണ്ട്. അപ്പം ഈ റിപ്പോർട്ടിന് ഒരു ആൾക്കാർക്കിടെ ഇടയിൽ ഒരു സുതാര്യതയോ അല്ലെങ്കിൽ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു റിപ്പോർട്ടോ ഒന്നുമായിട്ട് മാറുന്നില്ല. ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് സംഭവിച്ചേക്കാം, ആ ഫീൽഡിൽ സംഭവിച്ചേക്കാം. മാത്രമല്ല ജോണേ, ഞാനൊരു കാര്യം ചോദിച്ചു, സിനിമയിൽ മാത്രമേ ഉള്ളൂ ഇത്? എല്ലായിടത്തും മാധ്യമ രംഗത്തില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, പല പ്രധാനപ്പെട്ട മാധ്യമ രംഗത്തെ പല മാധ്യമ പ്രവർത്തകർക്കെതിരെ ആക്ഷേപമുണ്ടല്ലോ, അന്വേഷിക്കണ്ടേ? അതുപോലെ പോലീസിൻ്റെ നമ്മൾ കണ്ടിട്ടില്ല, പോലീസ് ചെറിയ ഉദ്യോഗസ്ഥർ ആക്ഷേപം പറയുന്നത്. ഇതൊന്നും എല്ലാ മേഖലകളിലും ഈ ആധിപത്യമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ളിടത്ത് ഇത്തരം ആക്ഷേപങ്ങളുണ്ട്. ഇതെല്ലാ മേഖലയിലുള്ളതും ഉണ്ടെങ്കിൽ അത് മാറേണ്ടതുമാണ്. സിനിമാക്കാരൻ ലോകത്ത് ഏറ്റവും മോശക്കാരല്ല, ആ മേഖലയിൽ മാത്രമേ ഇത്തരത്തിൽ ചൂഷണങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ വ്യക്തിപരമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിനും തേജോധം ചെയ്യുന്നതിനും ഏതെങ്കിലുമൊക്കെ പക തീർക്കുന്നതിനും വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും ഈ മോഹൻലാലിനെ ഉപദ്രവിക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നേരത്തെ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു പകപോക്കൽ കമ്മിറ്റിയാണോ? അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലിപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ജോൺ, നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇത് പകപോക്കൽ കമ്മിറ്റിയായിട്ട് മാറുമല്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒരു കമ്മീഷൻ വെച്ച് റിപ്പോർട്ട് എടുത്തു. നമ്മൾക്കതിനകത്ത് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നമ്മളതിനകത്ത് ആശങ്കകൾ പങ്കുവച്ചു. പക്ഷേ ഇപ്പം നമ്മൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില ആൾക്കാരെ വ്യക്തിപരമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിനും ചില ആൾക്കാരെ ഹൈപ്പ് ചെയ്യുന്നതിനും ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചില ആൾക്കാരാണെന്ന് സ്ഥാപിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് ജോണിന് ബോധ്യമാകുന്നുണ്ടല്ലോ. ജോണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തനമാണല്ലോ. ജോൺ ഇന്ന് പല മാധ്യമങ്ങളും ഇന്ന് വായിക്കുകയും അല്ലെങ്കിൽ ഉറ്റുനോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കമ്മീഷൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനും കമ്മീഷനെ പറ്റി എന്ത് പറയുന്നു, അല്ല എന്താണ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ചില ആൾക്കാരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട്, അതായത് അവ്യക്തമായിട്ട് ജനങ്ങളുടെ പ്രചരിപ്പിച്ച് അതിനകത്ത് ഇന്ന കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, അവർ പ്രമുഖരാണ്, ആ പ്രമുഖർക്കകത്ത് ഇന്ന ആൾക്കാരാണോ, ഇന്ന ആളാണോ ഉള്ളത്, അയാളെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.